ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സഞ്ചാരി ഒരു ഗ്രാമത്തിലെത്തി. ഒരു വയോധികൻ വഴിയോരത്ത് വൃക്ഷത്തൈകൾ നടന്നു കണ്ടു. സഞ്ചാരി അദ്ദേഹത്തോട് ചോദിച്ചു, ഒരുപക്ഷെ ഈ മരങ്ങൾ പാതി വളർച്ച എത്തുന്നത് പോലും കാണാനുള്ള ഭാഗ്യം താങ്കൾക്കുണ്ടോ എന്ന് വരില്ല. പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവ നടന്നത്? വയോധികൻ പറഞ്ഞു, ഈ കാണുന്ന ചെടികളും മരങ്ങളുമെല്ലാം എൻ്റെ പൂർവികർ നട്ടതാണ്. ആര് ഇത് ആസ്വദിക്കുമെന്ന് ചിന്തിക്കാതെയാണ് അവർ ഇതെല്ലാം ചെയ്തത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു. അതേ വിശ്വാസമാണ് എനിക്കുമുള്ളത്. ആരെങ്കിലും ഒരിക്കൽ ഇത് ആസ്വദിക്കും. നട്ടത് ആരെന്നറിയാതെ ആരും അറിയാതെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ അനന്തരഫലവും അനുഗ്രഹവും 10 മടങ്ങായിരിക്കും. തീർത്തും നിസ്സാര ദൗത്യങ്ങളെപ്പോലും പർവ്വതീകരിച്ച് പേരെഴുതി പ്രദർശിപ്പിച്ച് നന്മയുടെ പേറ്റന്റ് എടുത്ത് പോകുന്നവരെക്കാൾ അദൃശ്യമായി നിന്നവർ ചെയ്ത അത്ഭുത പ്രവൃത്തികളാണ് സമൂല മാറ്റത്തിന് കാരണമായിട്ടുണ്ടാകുക. ചെയ്യുന്ന നന്മകളുടെ ശ്രേഷ്ഠത പ്രഘോഷിക്കാൻ പരസ്യ വണ്ടികൾ പായുമ്പോൾ തന്നെ ആ പ്രവൃത്തികളുടെ വിശുദ്ധി നഷ്ടപ്പെടും. സ്വീകരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ ഉടമകളാകേണ്ടി വന്നവരോടും ഇരകളാകേണ്ടി വരുന്നവരും കുറവല്ല. മറ്റുള്ളവരുടെ ദാരിദ്ര്യവും വൈഷമ്യവും മുതലെടുത്ത് ക്യാമറകൾ സാക്ഷിയാക്കി അവർക്ക് വച്ചു വിളമ്പി സൽപ്പേര് സമ്പാദിക്കുന്നതിലും ഭേദം അവരെ പട്ടിണി കിടക്കാൻ അനുവദിക്കുന്നതാണ്. സകല ജനങ്ങളെയും സാക്ഷിയാക്കി ആത്മാഭിമാനം വിറ്റ് വയറ് നിറയ്ക്കുന്നതിനേക്കാൾ വിശന്ന് മരിക്കുന്നതിനാകും അവർക്കിഷ്ടം. ഒരാൾ തുടങ്ങി അയാളിൽ അവസാനിക്കുന്ന നന്മകൾക്ക് താൽക്കാലിക പ്രസക്തി മാത്രമേ ഉണ്ടാകൂ. തുടങ്ങി വച്ച സൽപ്രവൃത്തികൾ തലമുറകളിലൂടെ തുടരുക തന്നെ വേണം.